ഹലോ, അസ്സാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇന്ന് വീട്ടിലെ വളരെ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. കൂട്ടുകാരെല്ലാം മറക്കാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം കഥയൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു. അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി എന്തൊക്കെയോ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾക്ക് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ അപ്പം വെള്ളം പിടിക്കുകയാണ്. വെള്ളം നമ്മുടെ പഞ്ചായത്തിൻ്റെ വെള്ളമാണ്. വെള്ളമെല്ലാം പിടിച്ച് നമുക്കിത് നിറച്ച് പെരയ്ക്കകത്തുള്ള നല്ല വെള്ളവും ബാത്റൂമില്ല ജാറില്ല ഇതിലെല്ലാം പിടിച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയിലത്തെ പണി ഇച്ചിരി വ്യത്യാസം വന്നിട്ട്, അല്ലെങ്കിൽ രാവിലെ എല്ലാ പണിയും തീർക്കാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളം വന്നപ്പം കുറേ നേരം ഇന്ന് അതിന് പോയി കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളം പിടിക്കാൻ കാര്യങ്ങളൊക്കെ നിന്ന് വെള്ളമെല്ലാം പിടിച്ച് അതെല്ലാം കഴിഞ്ഞാണ് ബാക്കി പരിപാടിയിലേക്ക് കാപ്പി ഉണ്ടാക്കും ചോറും കറിയൊക്കെ റെഡിയാക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം എന്താ ചോറ് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം അരച്ച മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ ഇഡ്ഡലി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കാൻ നേരമൊന്നുമില്ല. അപ്പോൾ ഇഡ്ഡലി മാവ് ഇരിപ്പുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിക്ക് മാവ് ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിന് ഇഡ്ഡലിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. ചോറിന് കറി വെക്കുന്ന ആ കറി തന്നെ കൂട്ടി കഴിച്ചോളും കേട്ടോ. ഇന്ന കറി വേണോ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറിന് വെക്കുന്ന കറി തന്നെ തേങ്ങ അരച്ചൊരു കറി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ കറി തന്നെ ഇഡ്ഡലിക്കും എടുക്കാമല്ലോ. മീൻ വരുവാണെങ്കിൽ മീനും ഇച്ചിരി മേടിക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്നു. ഇന്ന് കുറച്ച് നല്ല പണിയുണ്ട് കേട്ടോ. തുണി അലക്കാനൊക്കെ ഉണ്ട്. ഇന്നലെയൊക്കെ മഴയായിരുന്നു കേട്ടോ. അപ്പം തുണി അലക്കം നടന്നില്ല. അപ്പം രാവിലെ തുണി അലക്കണം. നാളെ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടല്ലേ. അപ്പോൾ യൂണിഫോം കാര്യങ്ങളെല്ലാം കഴിയണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, കച്ചവടത്തിന് പോകണം. ഇന്നലെ പോയപ്പോൾ വലിയ ആളും പേരൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്ന് നല്ല തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്താണെങ്കിലും ഞാനിപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ചോറ് നമ്മൾ സ്റ്റീലിൻ്റെ കലത്തിലാണ് ഇട്ടത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അരി വയ്ക്കുന്ന റൈസ് കുക്കറിലല്ല കല വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പയിലൊക്കെ വെച്ചു, ഇതാക്കിയെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് എന്തൊക്കെയോ ഇച്ചിരിച്ച പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒഴിച്ച് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് വെള്ളം നോക്കാനും പോയി കേട്ടോ. ഞാൻ ജാറിലേക്ക് ഓസിട്ടിട്ടാണ് വന്നത്. ഇപ്പം വെള്ളം നോക്കാനൊക്കെ പോയി. കോഴിക്ക് തീറ്റയിട്ട് കൊടുത്തു. അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ ഇന്ന് തുണി കഴുകാനുള്ളത് മെഷീനിലിട്ട് സോപ്പും വെള്ളമൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി അങ്ങനെ അത്യാവശ്യം ഇച്ചിരിച്ച പണികളൊക്കെ തീർത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ആയപ്പോഴത്തേക്ക് പിന്നെ ഇഡ്ഡലി ഒന്ന് നമ്മൾ ഇളക്കി വെക്കുവാണെങ്കിൽ തട്ട് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. എന്താണ് ഇഡ്ഡലിയൊക്കെ കോരിയിട്ട് ഞാനിപ്പോൾ ഈയിടെയായിട്ടൊക്കെ വോയിസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ക്ഷമിച്ച് ഇതാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം പിന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പടവലങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, 2 തക്കാളിയും ഉള്ളൂ കേട്ടോ. അതെല്ലാം കൂടെ അരച്ച് ഒരു ചാറുകറി പോലെ വെക്കുവാണെങ്കിൽ രാവിലെ കാപ്പിക്കും ആകും ചോറിനും ആകും ഓർത്തുകൊണ്ട് പിന്നെ അത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പടവലങ്ങയൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മളിതേ നാക്കൊക്കെ കുഴഞ്ഞു പോകുന്നു. പടവലങ്ങ എടുത്ത് നമ്മളിത് ചെറുതാക്കി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. വെള്ളരിക്കയും പടവലങ്ങയും നമ്മൾ വെള്ളരിക്കയൊക്കെ ഒറ്റയ്ക്ക് കറി വെക്കുവാണെങ്കിൽ ഇച്ചിരി മുഴുപ്പാക്കിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എല്ലാം കൂടി ഇട്ടൊന്നിച്ചല്ലേ കറി വെക്കുന്നത്. അതുകൊണ്ട് ചെറുതാക്കി അരിയുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വെന്ത് അതെല്ലാം ഉടയുകയും ചെയ്യും. അങ്ങനെ ഞാനിത് വെള്ളരിക്ക നല്ലോണം വിളഞ്ഞ വെള്ളരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളരിക്കായും ചെറിയ പീസുകളാക്കി തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഒത്തിരി വലുതാക്കിയല്ല, ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അങ്ങനെ വെള്ളരിക്കായും ഇതെല്ലാം കൂടെ എടുത്ത് അരിഞ്ഞെടുത്തു. അതെല്ലാം ഒന്ന് കഴുകിപ്പറക്കി എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പം പിന്നെ അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കണ്ടിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി ഉള്ളായിരുന്നു കേട്ടോ. ആ 2 തക്കാളിയും കൂടെ എടുത്ത് ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളരിയുടെ അരിയൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തെങ്കിലും വഴുതനയുടെയോ അല്ലെങ്കിൽ വല്ല കാന്താരിയുടെയോ ചെടികളുടെയോ എന്തെങ്കിലുമൊക്കെ ചൂട്ടി ഞാൻ കൊണ്ടിടും കേട്ടോ. കൊണ്ടിടുമ്പോൾ കിളുക്കുവാണ്, അവിടെ നിന്ന് കിളുക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇടുന്നത് അതിന് ചെറിയൊരു വളവും ആകും കേട്ടോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇന്ന് വഴുതനയുടെ ചൂട്ടിക്കൊണ്ടിടാമെന്ന് വിചാരിച്ചിരിക്കുന്നു.
അപ്പോൾ ഞാനതെല്ലാം എടുത്ത് പിന്നെ അതെല്ലാം അരിഞ്ഞെടുത്തു. അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉപ്പി നോക്കിയപ്പോൾ സ്പൂണില്ല, അങ്ങനെ സ്പൂൺ എടുക്കാൻ വേണ്ടി പോയി. അപ്പം ധൃതി വെച്ചുകൂടിയാണ് ഇന്ന് ജോലികൾ ചെയ്യുന്നത് കേട്ടോ. വെള്ളം പിടിക്കാൻ പോയതുകൊണ്ട് കുറേ നേരം പോയി. അപ്പം പിന്നെ ഇനി ഇതെല്ലാം തീർക്കും. ഒരു 10 മണിയാകുമ്പോൾ അല്ല 10-10:30 ആകുമ്പോഴെങ്കിലും രാമക്കൽമേട്ടിൽ കയറി പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അന്നേരം തൊട്ട് ഇന്ന് ആൾക്കാർ വരും, ഞായറാഴ്ചയല്ലേ. അപ്പം പാക്കേജ് എന്ന് വെച്ചാൽ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ പാക്കേജായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. പിള്ളേർ സെറ്റുകൾക്ക് കൂടുതലും ഇഷ്ടമാണ് കേട്ടോ ഈ നെല്ലിക്കായി, മാങ്ങ, പൈനാപ്പിൾ എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കരുതി നേരത്തെ പോകണോ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അത് രണ്ടും മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിൽ വേകാൻ വെച്ചു. അതിനുശേഷം തേങ്ങ തിരുമ്മിയെടുത്തു. 1-2 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, പച്ചമുളക്, മഞ്ഞൾ ഇത്രയും കൂടി ഒന്നെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരഞ്ഞെടുക്കണം. പീര പോലെ കിടക്കരുത് കേട്ടോ, നന്നായിട്ട് അരഞ്ഞെടുക്കണേ. അങ്ങനെ അരച്ച് അതെല്ലാം എടുത്ത് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ ഫിസിലൊക്കെ അടിച്ച് ഒരു 3 ഫിസിൽ അടുപ്പിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫിസിൽ തുറന്നു വിട്ടു. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. തവി കൊണ്ട് വെച്ചപ്പം തന്നെ നല്ല ഉടയുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അരച്ചെടുത്ത അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ എല്ലാ പ്രാവശ്യവും ചാറുകറി വെക്കുമ്പോൾ ഞാൻ പറയുന്നതാണല്ലേ, തേങ്ങ അരച്ച കറി വെക്കുമ്പം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടയച്ചാൽ മതി. അല്പം മഞ്ഞളിൻ്റെ കുറവ് പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കളർ വ്യത്യാസം കാണിക്കുന്ന ക്യാമറയുടെയാണ് കേട്ടോ. പിന്നെ വെട്ടത്തിൻ്റെ ഒക്കെയാണ്. നല്ല കളറിൽ തന്നെയാണ് കേട്ടോ കറി വെച്ച് വന്നപ്പോൾ കിട്ടിയത്. അങ്ങനെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി കേട്ടോ. തിളച്ച പരുവാകുമ്പോഴത്തേക്ക് എന്നാൽ നന്നായിട്ട് തിളയ്ക്കുകയും വേണ്ട കേട്ടോ. അങ്ങനെ വാങ്ങി വെച്ചു. അതിന് ശേഷം നമ്മുടെ പഴയ ഒരു അപ്പച്ചട്ടിയാണ്. അതിപ്പോൾ ഞാൻ കടുക് തളിക്കാനൊക്കെയാണ് എടുക്കുന്നത്. നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നെയ്യപ്പത്തിന് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിലേക്ക് ചെറിയ ജീരകം ഇച്ചിരി ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചെറിയ ജീരകം ഇങ്ങനെ മൂപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ. അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ഇച്ചിരി മൂത്ത് പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക്. അങ്ങനെ ജീരകവും ഉള്ളിയും കടുകും വത്തൽമുളകും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. മൂത്ത് നമ്മൾ റെഡിയായിരിക്കുന്ന കറിയിലേക്കും കൂടെ ചേർത്ത് കൊടുത്തു. ഇങ്ങനെ കറി വെച്ചൊന്ന് കൂട്ടി നോക്കണം കേട്ടോ. എത്ര ചോറ് നല്ല മതിയാവില്ല. അതൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട. ഉണക്കമീനോ പച്ചമീനോ എന്തെങ്കിലും ഒരു കഷ്ണം വറുത്തയും കൂടെ ഉണ്ടെങ്കിൽ ഊണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയെല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചു. അപ്പം നമ്മൾ ഒരു തട്ട് ഇഡ്ഡലിയും കൂടെ ഒഴിക്കാനുള്ള മാവുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു. അതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് മീനിൻ്റെ ശബ്ദം കേട്ട് ചെറുക്കായി ഞാൻ മീൻ മേടിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, 100 രൂപ കൊടുത്തു വിട്ടു. 100 രൂപയുടെ മീൻ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വറുക്കാൻ വേണ്ടി മാത്രം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കറി വെക്കുന്നില്ല. അപ്പോൾ ഇത് കറി വെച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് കറി വെക്കണ്ട, വറക്കാനുള്ള മീൻ മേടിക്കാൻ പറഞ്ഞുകൊണ്ട് 100 രൂപയും കൊടുത്ത് എൻ്റെ ചെറുക്കായിയെ പറഞ്ഞു വിട്ടു. അങ്ങനെ ചെറുക്കായി മീൻ മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് മീനാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് അന്നത്തെ അടുക്കള ഇച്ചിരി ഒതുക്കാനുണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവരപ്പോൾ അന്നത്തേക്ക് ചെറുക്കായി വരും കേട്ടോ. റോഡിന് അങ്ങേ കവലയിലൊക്കെ കേട്ടത് കേട്ടോ. ഇനി അതിങ്ങനെ കറങ്ങി അടിച്ച് വരികയും വേണം വണ്ടിയെ. അപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി കയറി പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ കയറ്റി വിട്ടു കേട്ടോ. ഇല്ലെങ്കിൽ ചെറുക്കാൻ അങ്ങ് ഓടി കയറി പോകണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ നടന്നു വന്നാൽ മതില്ല. അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി അടുക്കളയൊക്കെ ഇച്ചിരി ഒന്ന് ഒതുക്കി വന്നപ്പോഴത്തേ ചെറുക്കൻ മീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ചെറിയ അയലയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് 100 രൂപയ്ക്കും കുറച്ച് ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്നാൽ നാളത്തേക്കും കൂടെ വറക്കോ അല്ല നാളെ കറി വെക്കുമോ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 5-6 എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി ആ ഒരു 6 മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 മീനെടുത്ത് ഞാൻ വറക്കാനെടുത്തു. അങ്ങനെ ഇതാ കണ്ടില്ലേ, അത്യാവശ്യം ഇച്ചിരി മുഴുത്തത് വന്നാൽ ഒത്തിരി ചെറുതും അല്ല കേട്ടോ. ഒരു 6 മീൻ എടുത്തിട്ടുണ്ട് വറക്കാൻ. അങ്ങനെ പിന്നെ വെട്ടി കഴുകി വന്നു അരപ്പൊക്കെ പുരട്ടി നമ്മൾ വറക്കാൻ വെക്കുകയാണ് കേട്ടോ. വറക്കുന്നതിൻ്റെ അരപ്പൊക്കെ നമ്മൾ നേരത്തെ ഒത്തിരി പറഞ്ഞിട്ടും എടുത്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അരപ്പൊന്നും എന്നൊക്കെ ചേർത്തെന്ന് പറയുന്നില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ ഞാൻ വറക്കാൻ വെക്കുകയാണ്. അപ്പോൾ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി വേണം തുണിയൊക്കെ ഊരിപ്പിഴിയാനും എടുക്കാനൊക്കെ. നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ട്രയർ കേടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഊരിപ്പിഴിയ തന്നെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വെള്ളം നമ്മൾ എടുത്തു കൊണ്ടൊഴിക്കുകയും ചെയ്യണം. ബാത്റൂം പൈപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജാറിൽ നിന്ന് കോരിക്കൊണ്ടൊഴിക്കണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കല്ലേൽ അലക്കണ്ടല്ലോ, ആ ഒരു സമാധാനം മാത്രമേ ഉള്ളേ. അപ്പോൾ ഇതാ നമ്മളിതേ വറക്കാനൊക്കെ മീൻ അടുപ്പിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി വെക്കണം. അങ്ങനെ പിന്നെ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള പൈനാപ്പിൾ ചെത്തി വെക്കണം, മാങ്ങ എടുക്കണം, നെല്ലിക്ക നമ്മൾ ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു, ടിന്നിലെടുത്ത് വെക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ ഇന്നത്തേക്കുള്ള മാങ്ങയും നെല്ലിക്കയൊക്കെ ഉള്ളൂ. പൈനാപ്പിൾ ആണെങ്കിലും ഇന്നത്തേക്കുള്ളതേ ഉള്ളൂ. ഞായറാഴ്ച അല്ല, ഇന്ന് നല്ലവണ്ണം ചിലവാകും. അപ്പോൾ അതിനുള്ളത് കഷ്ടേ ഉള്ളൂ കേട്ടോ. എന്താണെങ്കിലും മാങ്ങയൊക്കെ കഴിപ്പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ കൊള്ളാൻ തന്നെ ഉള്ളതില്ല കേട്ടോ. ഇന്നൊരു 3/4 ബക്കറ്റ് മാങ്ങയുള്ളൂ.
കഴിഞ്ഞ ദിവസം കുറച്ച് മാങ്ങ മേടിച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ കച്ചവടത്തിന് പോയി. അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത്. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം കഴുകി പറക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മളൊന്ന് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. എന്നാലും രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളൊന്നുകൂടെ കഴുകിയിട്ട് മാത്രമേ ഇതെടുക്കുകയുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് തണുത്തിരിക്കുന്ന എന്നാലും ഒന്ന് കഴുകിയിട്ട് ബക്കറ്റിലേക്ക് ഇടുമ്പോൾ നമുക്കൊന്നുകൂടെ സേഫ്റ്റി തോന്നും കേട്ടോ. നമ്മളല്ലാതെ വൃത്തിയില്ലാത്തതൊന്നും കൊണ്ടു കൊടുക്കുകയല്ല. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും നമ്മൾ അരിഞ്ഞ് പ്ലാസ്റ്റിക് ഇട്ടൊക്കെ മൂടിയിട്ടൊക്കെയാണ് റെഡിയാക്കി വെച്ചിട്ടാണ് ഇത് കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ അങ്ങനെ മാങ്ങയൊക്കെ കഴുകി പറക്കിയെടുത്തു. അങ്ങനെ പിന്നെ മീനും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇതാ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത് അടച്ചു വെച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കറിക്ക് കളറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് ക്യാമറയുടെ വെട്ടത്തിൻ്റെ ഇതിലാണ് നമുക്ക് കറിക്ക് ഇച്ചിരി കളർ കുറവ് പോലെ തോന്നുന്നത്. ഇടയ്ക്കുള്ളതിൻ്റെ അകത്ത് ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഇഡ്ഡലിയ ചോറ് ഇതെല്ലാം റെഡിയാക്കി എടുത്ത് എല്ലാം അടച്ച് പറക്കി വെച്ച് ഞാൻ ഒരു ഗ്ലാസ് കടുങ്കാപ്പിയോടെ കുടിച്ചിട്ടാണ് കേട്ടോ. ചെറുക്കായി എനിക്ക് കടുങ്കാപ്പി ഇട്ട് വന്നു കുടിച്ച് ഞാൻ അതേ തുണിയെല്ലാം ഉരുപ്പിഴിഞ്ഞു. ആദ്യം തന്നെ യൂണിഫോമുകളാണ് വിരിച്ചിടുന്നത്. നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടാണ് അയ കെട്ടിയത്. നേരത്തെ ഇങ്ങനെ ക്രോസ് ആയിരുന്നല്ലോ കിട്ടിയിരുന്നത്. അത് പൊട്ടിപ്പോയതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വള്ളിയൊക്കെ വിചാരിച്ച് മറ്റേ പ്ലാസ്റ്റിക് വള്ളിയിൽ അതൊക്കെ വെച്ച് ഞാൻ അയൊക്കെ കെട്ടി റെഡിയാക്കാം. അങ്ങനെ തുണിയും കാര്യങ്ങളെല്ലാം വിളിച്ചു മേലൊക്കെ കഴുകി റെഡിയായിട്ട് വന്നു കേട്ടോ. ഇനി മെട്ടിന് പോകാൻ എല്ലാം തയ്യാറായി. സ്വെറ്ററും കാലേ സോക്സും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. മെട്ടിച്ചിലും നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകാനെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ കാപ്പി കുടിക്കുന്നത് കേട്ടോ. ഞാൻ ഇഡ്ഡലി എടുത്തു. ഇഡ്ഡലിയും കറിയും കൂടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കായാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അങ്ങനെ ഞാനും ചെറുക്കായും കൂടെ മെട്ടിൽ വന്നു. എന്നെ കൊണ്ടാക്കി ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെറുക്കായി പോകും കേട്ടോ. അങ്ങനെ ഡെസ്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് തന്നു. കുടയെല്ലാം കുത്തി റെഡിയാക്കി. പിന്നെ ഞാൻ വന്നപ്പം തന്നെ നല്ല ഒരുവിധം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തു. അതിന് ശേഷമാണ് ബാക്കി ഇതേ പറക്കി മാങ്ങയൊക്കെ അരിഞ്ഞ് പൈനാപ്പിളൊക്കെ അരിഞ്ഞ് ഇതേ ഗ്ലാസ്സിലും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഓരോ കപ്പാണ് കേട്ടോ. പൈനാപ്പിൾ ആണെങ്കിലും മാങ്ങയാണെങ്കിലും ഓരോ കപ്പ് 40 രൂപയ്ക്ക് വെച്ചാണ് നമ്മൾ വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് പൈനാപ്പിളൊക്കെ എടുത്ത് ഞാൻ മേശപ്പുറത്തും വെച്ചു. ബാക്കി ചാക്കിൽ തന്നെ കൊണ്ടവിടെ വെച്ചേക്കുവാണ്. നെല്ലിക്കായും ഇതൊക്കെയാണ് കച്ചവടത്തിനുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ എന്താ മാങ്ങയൊക്കെ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. നമ്മൾ പൈനാപ്പിൾ ആണെങ്കിലും അരിഞ്ഞ് ഇതേപോലെ നമ്മൾ ഗ്ലാസ്സിലാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെ എല്ലാ ഓരോ സപ്പോർട്ടിൻ്റെയും മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.